സാറിൽ നിന്ന് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാറിൽ നിന്ന് പഠിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ഒരു സംഗീത ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ കഴിച്ചു പോകണ്ട. ഞാൻ എന്തിനാണ് ഈ വേദിയിലേക്ക് ഇപ്പൊ രണ്ടാമത് വന്നതെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് പിടികിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ വലിയ സിംഹാസനത്തിൽ ഇരിക്കാനൊന്നും അല്ല ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല കലാകാരന്മാരെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെപ്പോലെ തന്നെ ഒരാള് സങ്കടവും സന്തോഷവും ദേഷ്യവും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, അത്രയേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇതെങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് പല മോമെന്റ്സ് എനിക്ക് ഓർമ്മ വരും. ഞാൻ 30 വർഷം എന്ന് പറയുന്ന 30 വർഷങ്ങളിലൂടെ ഏകദേശം 160 സിനിമകൾക്ക് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഇത് ഏകദേശം പറഞ്ഞാൽ ഇതൊന്നും കണക്കില്ല, 700ഓളം പാട്ടുകൾ ഉണ്ടാവും സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില മോമെന്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതിൽ 1-2 കഥകൾ ഞാൻ പറയാം. ഇത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ കഥയല്ല, ഇത് ഈശ്വരൻ സ്ക്രിപ്റ്റ് എഴുതിയ കഥയാണ്. അപ്പോൾ അതിൽ ഒരു ദിവസം ഡയറക്ടർ വിജയ് തമ്പി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടാ ഒരു സിനിമ നമുക്ക് ചെയ്യണം, 5 പാട്ടുകളുണ്ട്, ആ സിനിമയുടെ പേര് നമ്മൾ തമ്മിൽ എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ലിമിറ്റേഷൻ, ശബ്ദം ഉണ്ടെങ്കിൽ എനിക്ക് ശബ്ദം വരില്ല, ശബ്ദമില്ലെങ്കിലാണ് എനിക്ക് ശബ്ദം വരുന്നത്. അപ്പോൾ ദയവിത് ഒന്നുകിൽ ഞാൻ ശബ്ദം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവർ ശബ്ദം ഉണ്ടാക്കണം. അത് ഏതോ വേണം എന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് അത് പറയാം. അപ്പോൾ എന്താ വെച്ചാൽ കാരണം അത്രയും സ്നേഹത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എങ്ങനെയും പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ഈ കഥ. അപ്പോൾ അങ്ങനെ പാട്ടുകൾ, അതിലൊരു പാട്ട് ഒരു പ്രണയ ഗാനമാണെന്ന് പറയുന്നത്. അപ്പോൾ ഗിരീഷേട്ടനുണ്ട്, അപ്പോൾ നമുക്ക് കമ്പോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഗിരീഷേട്ടൻ എപ്പോഴും ഏതെങ്കിലും ഒരു സിനിമയൊക്കെ ചെയ്തിട്ട് വരികയാണെങ്കിൽ എന്നെ ചൊടിപ്പിക്കാനായിട്ട് പറയും, എടാ ഞാൻ വിദ്യാസാഗറായിട്ടൊരു ഉഗ്രം പാട്ട് ചെയ്തു, ഗംഭീരം, നീയൊക്കെ എന്താ ഇങ്ങനെ പറയും. അപ്പൊ അത് വെറുതെ എന്നെ ചൊടിപ്പിക്കണം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ പാട്ട് ഏതാണ് ഗിരീഷേട്ടാ, ഒന്ന് പാടിക്കണം, ഭയങ്കര ഗംഭീരം എന്ന് പറഞ്ഞില്ലേ അതേ പാട്ട്. അപ്പൊ ഗിരീഷേട്ടൻ പറഞ്ഞു, ഞാൻ അസൽ വരികൾ വിദ്യാജിക്ക് കൊടുത്തിട്ടുള്ളടാ എന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്ത് എന്താണ് കൊടുത്തത് കേൾക്കട്ടെ. അപ്പോ ഗിരീഷേട്ടൻ പറഞ്ഞു, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞ മഴ. എങ്ങനെയുണ്ട്? ഞാൻ കൊള്ളാത്ത ചേട്ടാ, ജൂണിലെ നിലാമഴയിൽ ഇതുവരെ കേട്ടിട്ടില്ല. നേരത്തെ ഏപ്രിൽ മാസം എന്നൊക്കെ എൻ്റെ ഒരു പാട്ടിൽ എഴുതിയത് മെയ് മാസം എന്ന് എഴുതി. അതിൽ ഏപ്രിൽ ആപ്പിൾ പൂക്കൾ ഏപ്രിൽ മാസമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ട് ജനുവരിയുടെ മുടി നിറയെ സുഗന്ധി പൂക്കൾ എന്ന് വയലാർ സാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാസങ്ങളെ വെച്ച് പല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. തമിഴിൽ ഒരുപാട് പാട്ടുകളുണ്ട്, സെപ്റ്റംബർ മാസം അങ്ങനെയുള്ള. ഫെബ്രുവരി ഒന്നും കേട്ടിട്ടില്ല, അത് മ്യൂസിക്കൽ അല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ജൂണിലെ നിലാമഴയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ട്യൂൺ പാടിത്തരാമോ ചേട്ടാ എന്ന് ചോദിച്ചു. ജൂണിലെ നിലാമഴയിൽ നനഞ്ഞവളെ, ഇങ്ങനെയാണ്. ഞാൻ ഇത് സൂപ്പറായിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞ വെറുതെ അല്ല, അത് ബ്യൂട്ടിഫുൾ സോങ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ വിജയ് തമ്പി ചേട്ടൻ പറഞ്ഞ ആ സോങ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഗിരീഷേട്ടൻ പറഞ്ഞു, പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ നടന്നില്ലേ, അതുകൊണ്ട് വിദ്യാജിയായിട്ടുള്ള ആ പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ഇത് കൊള്ളാലോ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവൾ. അപ്പൊ ഇത് പ്രണയഗാനത്തിനെ കുറിച്ചാണ് വിജയ് തമ്പി ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചില സമയത്തൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റൈലിൽ അണ്ണ എന്നുണ്ടെങ്കിലും ഗിരീഷേട്ടനെ. അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണ എനിക്ക് പാട്ട് തരും.
ഗിരീഷൻ പറഞ്ഞു നടക്കില്ല, അത് വിദ്യാർത്ഥിയായിട്ടുള്ള പാട്ടാണ്, നിനക്കൊന്നും അത് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, അണ്ണാ ഒന്ന് തരുമോ, പ്ലീസ് 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 പ്ലീസ്, നമുക്കത് നോക്കാം പറഞ്ഞു. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, നിനക്കൊരു ചാൻസ്, ഒരൊറ്റ ഈണം, ആ ഈണം നല്ലതാണെങ്കിൽ ഞാൻ ഈ വരികൾ തരും, അല്ലെങ്കിൽ നടക്കില്ല, കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 വരി മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഈണം ഞാൻ പാടുകയാണ് ഉണ്ടായത്. അതാണ് ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്ന് പാടി. അപ്പോൾ ഗിരീഷേട്ടൻ ഒരു അനക്കുമില്ല. അപ്പോൾ ഗിരീഷേട്ടൻ ഇനി ഇഷ്ടപ്പെടുത്താൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ സംഗീതത്തിൽ പറയില്ല, ചില സംഗതികൾ എന്ന് പറയില്ല. അപ്പോൾ ഒരു സംഗതി കൂടെ ചേർത്താലേ ഗിരീഷേട്ടനെ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് കൂട്ടി ഒരു എക്സാജറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. ആ പാട്ടെടുത്തോ, നീ പാട്ടെടുത്തോ എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെയാണ് ഗിരീഷേട്ടനെ കബളിപ്പിച്ചത്. കയ്യിലെടുത്ത് ഇപ്പൊ പലപ്പോഴും പറയല്ലോ പാട്ടുകാരൻ ഓഡിയൻസിനെ കയ്യിലെടുത്തു എന്ന്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്തിനാണ് കയ്യിലെടുക്കേണ്ട ആവശ്യം? ഹൃദയത്തിലല്ലേ പാട്ട് നിൽക്കേണ്ടത്. അപ്പൊ ഹൃദയം കയ്യിലെടുത്തുകൊണ്ട് പോകണം എല്ലാ ഓഡിയൻസിൻ്റെതും. അപ്പൊ അങ്ങനെ ആ പാട്ടുണ്ടായി. അത് യേശുദാസ് സാർ പാടിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ചില പാട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്ന്, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. നമുക്ക് ഞാനിപ്പോൾ റിയാലിറ്റി ഷോകളിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും സന്തോഷം നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പോലെ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കും, ആ പാട്ടിൻ്റെ അൻപല്യം എന്ന് പാടാമോ, ഇപ്പം പാടാൻ പറ്റില്ല എന്ന് പറയും. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിഷ്കളങ്കമായി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മളൊരാൾ വളരെ വളരെ മെച്ചോർഡായിട്ട് പെരുമാറുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ റിയാക്ഷൻസിനെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നതിനാണ് നമ്മൾ പലപ്പോഴും മെച്യൂരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടി ഒഴിച്ചു ചെയ്യുന്നത്, അല്ലേ? ശരിയല്ലേ? തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ അത് ഒരു രീതിയിൽ പ്രീണനമാണ്. അപ്പൊ പ്രീണിപ്പിക്കുന്ന ആൾക്കാരെ മെച്ചോർഡ് എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഞാനാരാണെന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് അറിഞ്ഞൂടാ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകമാണ്. അപ്പൊ ആ ലോകത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട നിഷ്കളങ്കത എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ എനിക്ക് സമയം വേണം എന്നുള്ള തോന്നലിലാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ നിഷ്കളങ്കത വേറൊരു കാര്യമുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ആവശ്യമാണ്. അയാൾക്ക് പുതിയ ഈണങ്ങൾ ഒരു കമ്പോസർ ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് നിഷ്കളങ്കത വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ സ്നേഹം അയാളുടെ ഉള്ളിൽ കരുതണം എന്നുള്ളത് സംശയമില്ല. സ്നേഹമാണ് സംഗീതമായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് അമ്മ മഴക്കാറ് എന്നുള്ള പാട്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അദ്ദേഹം ഈ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അവാർഡിൻ്റെ സമയത്ത് അദ്ദേഹം അമ്മയെ വേദിയിലേക്ക് വിളിച്ചു. അതിനൊരു വലിയൊരു നമസ്കാരം ഞാനെൻ്റെ മക്കളോട് പറയുന്നു. അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം, എത്ര വേണമെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓക്കെ വിത്ത്. പക്ഷെ അമ്മ എന്ന് പറയുന്നത്, അമ്മയോടൊരു നോ പറയാൻ പാടില്ല ഒരു മക്കളും എന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ അമ്മയോട് ജീവിതത്തിൽ ഒരിക്കലും ഒരു നോവും പറയാത്ത ഒരു മകനാണെന്ന് എനിക്ക് വളരെ അഭിമാനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മ മഴക്കാറും അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് ഉള്ള ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞുമൺ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കോരിരുൾ കാവിൻ്റെ മുറ്റത്തെ മുണ്ടപ്പോ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. അങ്ങനെയാണ് അച്ഛനോടുള്ള സ്നേഹം ആ രീതിയിൽ ആകണം. അമ്മയോട് ഇങ്ങനെയാവണം, മക്കളോട് ഇങ്ങനെയാവണം. മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് ഞാൻ ചെയ്തത്. മകളെ എങ്ങനെ മരിച്ചു എന്ന് പോലും അറിയാത്ത അച്ഛൻ്റെ ഉള്ളിലുള്ള
വിങ്ങലിന്റെ പാട്ട്. വെണ്ണിലവ് കണ്ണു വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ, എന്റെ ഉള്ളിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ. അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ സോങ് സിറ്റുവേഷൻസിലൂടെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് റിയലിസ്റ്റിക് ആയിട്ട് സ്നേഹം എന്തെന്ന് സംഗീതത്തിന്റെ രീതിയിൽ ഗ്രാഫ് വരച്ച് കാട്ടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും സാധിച്ചു എന്ന് എനിക്ക് തോന്നൽ ഉളവാക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിന് അമ്മയെ പോലെയുള്ള അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയോണ്ടാണെന്ന് പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു എന്താണ് ഇയാളുടെ ഒരു ലെക്ചർ കേൾക്കാൻ. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 2-3 ദിവസം പറയാനായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരം വേദികളിൽ അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇടം കിട്ടാറില്ല. ഇവിടെ അങ്ങനെ കിട്ടിയതിന് ഞാൻ ഏറെ നന്ദി പറയുന്നു. അത് സന്തോഷമുണ്ടാണ്, നിങ്ങളുടെ സ്നേഹമുണ്ടാണ്. ഇത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി കലാകേരളത്തിൻ്റെ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഓർമ്മ എനിക്കുണ്ട് ജയേട്ടന് മാത്രം. അപ്പോൾ ജയേട്ടന് ആദ്യമായിട്ട് ഞാൻ ഒരു ഫോൺ കോളിൽ പണ്ടൊക്കെ പഴയ കാലത്തൊക്കെ ഈ ട്രങ്ക് കോൾ വിളിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചേട്ടനെ വിളിക്കുകയാണ്, ഞാൻ ഫോണിൽ വിളിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞു ജയ്ചന്ദ്രൻ. അത് ഞാനല്ലേ ജയ്ചന്ദ്രൻ, നീ ആരാ? അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഒരു ജയ്ചന്ദ്രനാണ് സാർ. കട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിപ്പിക്കാനായിട്ട് വിളിച്ചാണ് പറഞ്ഞത്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടാണ് അവസാനം സ്മൃതിതൻ ചിറകിലേറി നേരത്തെ പറഞ്ഞത്. സ്മൃതിതൻ ചിറകിലേറി എന്ന് പറയുന്നത് ദൂരദർശന് വേണ്ടിയിട്ടുള്ള എടുത്ത ഗാനം റെക്കോർഡ് ചെയ്തത്. അതാണ് ജയേട്ടനുമായിട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത്. ഇപ്പൊ ജയേട്ടൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ജയേട്ടൻ വളരെ ഇംപീഷ്യൻ്റാണ്. വരുമ്പോൾ തന്നെ നമുക്കൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 മിനിറ്റിനാ പാടി പോകണം ഈ പാട്ട്, അല്ലെങ്കിൽ മാക്സിമം ഒരു 4 മിനിറ്റ് ഒരു 58 സെക്കൻഡ് വരെ നിൽക്കുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. ആ രീതിയിലാണ് ഓടി വരവ്. പാട്ടോടെ വിടാ, പാട്ടോടെ ലിറിക്കെടുത്ത് പാടട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാടും. അപ്പൊ ചിലപ്പോഴൊക്കെ ജയേട്ടനായിട്ട് ആ രീതിയിൽ വഴക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത പാട്ടിൽ തന്നെ മുത്തച്ഛനിത്തിരി മധുരമൊപ്പം ചേർന്നു ചോറു നൽകിയ നടയിൽ ഇങ്ങനെ. അപ്പൊ നടയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലൈഡ് ഉണ്ട്. നടയിൽ മുത്തച്ഛന്. അപ്പൊ അവിടെയാണ് അങ്ങനെ പാടിയാണ് മുത്തച്ഛന്റെ സ്നേഹമാണ് ഞാൻ ഈ കരുതുന്നത്. അപ്പോ ചേട്ടനോട് പറഞ്ഞു എടുത്തോ നൽകിയ നടയിൽ മുത്തച്ഛ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടന് പറഞ്ഞു ചേട്ടൻ അന്ന് ചേട്ടാന്ന് വിളിക്കാനുള്ള പേടിയുണ്ട്. അപ്പൊ ചേച്ചി സാറെന്ന് പറഞ്ഞു. അപ്പൊ സാർ നടയിൽ മുത്തച്ഛ എടുത്തോ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതന്നെ അദ്ദേഹം അത് തന്നെ പാടിക്കൊണ്ടിരുന്നു, ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വോയിസ് ഒന്നും ശബ്ദമൊന്നുമില്ല. ഒരാള് ഇങ്ങനെ വെളിയിലോട്ട് ശരമിട്ട പോലെ ഇറങ്ങി പോവാണ്. ഞാൻ നോക്കിയപ്പോൾ അത് ചേട്ടനാണ്. നീ പാടുന്ന പോലെ പാടണമെങ്കിൽ നീ പാടിക്കും, എന്തിനാ ഞാൻ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം വെളിയിലോട്ട് ഇറങ്ങി പോവാണ്. പഴയ തരകണി സ്റ്റുഡിയോ ആണ് തിരുവനന്തപുരത്ത്, ഇന്നത് ഇല്ല. അപ്പൊ അതിന്റെ വെളിയിൽ കാർ പോർച്ച് ഉണ്ട്. അവിടെ ഇങ്ങനെ ഈ എന്താ പറയാ ഒരു രീതിയിൽ അദ്ദേഹം ഉലാത്തുകയാണ്. അതായത് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇപ്പൊ വിടണോ അതോ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഞാനിങ്ങനെ ആ ഡോറ് വഴി ഇങ്ങനെ ഒളിച്ചെന്ന് നോക്കി ഇനിയിപ്പോ എന്ത് ചെയ്യും. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത്, അത് ഡയറക്ട് ചെയ്യുന്നത് കുടപ്പനത്ത് ഹരി എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പൊ ഹരിചേട്ടൻ എന്നോട് പറഞ്ഞു എന്നെ കുട്ടാന്ന് വിളിക്കുന്നത്, കുട്ടാ ഒന്ന് പോയി മുട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ചേട്ടനടുത്ത് പോയപ്പോ എന്താ ചേട്ടാ
എന്നോ എന്നോട് നീ പഠിക്കും എന്തിനാ ഞാൻ പഠിച്ചത് പിന്നെ ചോദിച്ചു അല്ല തെറ്റെൻ്റെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പാട്ടാണ് എൻ്റെ വലിയ സ്വപ്നമാണ് ഈ പാട്ട് അപ്പോൾ സാർ അത് വേണ്ടാന്ന് നോക്കി ഒന്നോ എങ്ങനെ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അസാധ്യമായിട്ട് ആ പാട്ട് ഓർക്കുകയുണ്ടായത്. അപ്പോൾ ചേട്ടനായിട്ട് ഈ കല്ലാരിക്കടവത്തിലും അതുപോലുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ടില്ലേ എന്നുള്ളതാണ് അന്ന് അവിടെ പ്രശ്നമായിട്ടുള്ള ഒരു കാരണം. കാരണം ഈ നീ കണ്ടില്ലേ എന്നുള്ളത് വളരെ രഹസ്യമായിട്ട് പാടണം എന്നാണ് ഞാൻ അങ്ങനെ വന്നാൽ അതിൽ പ്രണയം വരൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ ചേട്ടൻ പാടി ആയിക്കോട്ടെ നീ കണ്ടില്ലേ പിന്നെ പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ ഞാൻ കണ്ടില്ല ആ ആളെ കണ്ടില്ല. നീ കാണണ്ട ഞാൻ കാണുന്നുണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മൊമെന്റ്സ് അവസാനം ഇങ്ങനെയൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിലും അവസാനം അത് ഗംഭീരാക്കുന്നത്. അതുകൊണ്ടാണ് ചേട്ടനെ നമുക്ക് ലെജൻഡായിട്ട് ഇപ്പോഴും നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. എത്ര അനശ്വരങ്ങളായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം നമുക്ക് പാടി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഹർഷ ബാഷ്പത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അദ്ദേഹം പാടിയ